അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഉസ്താദ് ഞമ്മക്കെന്താ കുത്തിവെച്ചിയ സംസാരം എന്ന് തോന്നിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച അധ്യാപകർ പറഞ്ഞതിന്റെ അപ്പുറമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞ ആഴ്ചത്തെ യൂട്യൂബിൽ നിന്ന് നോക്കിയാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ വിഷയം അതിലുണ്ട്. എന്താണത്? ഖുതുബയിൽ കയറിയ ഉടനെ ഉസ്താദ് പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ പറയാൻ വിചാരിച്ച വിഷയമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഒരു ദിവസത്തിന് ഞാൻ 17 പ്രാവശ്യം നിസ്കരിക്കാൻ വേണ്ടി നിന്നാലിനെ പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിന്റെ അർത്ഥം സ്തുതി. റബ്ബുൽ ആലമീൻ ഈ ലോകത്തിനെ മുഴുവനും പോറ്റുന്ന രാജാതിരാജാവായ റബ്ബിനിക്കാണ്. ആ റബ്ബിനിക്കല്ലാണ്ട് മറ്റൊരാൾക്കും ഈ ലോകത്തിന്റെ അകത്ത് ആരെയും പോറ്റി വളർത്തുന്ന ഒരു ഉറുമ്പിനെയും കൂടിയിട്ട് പോറ്റി വളർത്താനുള്ള ശക്തിയില്ല. ഈ പള്ളിന്റെ താഴത്തെ പള്ളി പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ മേലെ നിസ്കരിച്ചുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ ഖതീബായിട്ടാണ് കുറച്ച് കാലം ഇമാമായിട്ട്. ഞാൻ പുരന്ന് നിസ്കരിക്കാൻ വേണ്ടി ഉള്ളോടത്തിട്ട് വന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവിടെ പുല്ലുപായിട്ടുണ്ടായിരുന്നു. ആ പുല്ലുപായിന്റെ ഒരു ചെറിയ ഒരു നൂലിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എനിക്കൊന്ന് സുഖമില്ലേ, സുഖമുണ്ട്. ഇതിങ്ങനെ നൂല് പുറത്തായിട്ട് കാണുന്നു. ഇതിനെ ഒരു ഉറുമ്പ് വന്നിട്ട് വലിക്കുന്നു ഈ നൂലിനെ. ഈ നൂലിനെ പിടിച്ചിട്ട് വലിക്കുന്നു. വലിച്ച് എന്ത് വലിച്ചെങ്കിലും പോകുന്നില്ല. രണ്ടാമത്തെ ദിവസം ഞാൻ വരുമ്പോൾ ഈ ഉറുമ്പിന്റെ പണി തന്നെയുണ്ട്. മൂന്നാമത്തെ ദിവസം വരുമ്പോൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഒരു ഉറുമ്പ്. ആ ദിവസം ഞാൻ വരുമ്പോൾ ചെറിയൊരു കത്തിലെടുത്തു ഒന്നിരി നൂലിനെ വരെ കട്ടാക്കി പിന്നതിനെ പറ്റി അറിഞ്ഞില്ല. അപ്പൊ ആ ഉറുമ്പിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോ ഈ 3 ദിവസവും തിന്നാണ്ടും കുടിക്കാണ്ടായിരിക്കും ഈ നൂലിനെ പിടിച്ച് മരിച്ചത് അല്ലേ? അങ്ങനല്ലേ ഇപ്പൊ തോന്നുന്നത്? അതവിടെ കുറച്ച് വെച്ചിട്ട് പോയിട്ട് ചോറ് വെച്ചിട്ട് വരൂലല്ലേ? അങ്ങനെ ഈ നാട്ടുകാരെ പറ്റി ഞാൻ പറയുന്നത് ഈ ഉറുമ്പിനെ പോലെയാണ്. ഈ പള്ളിനെ കെട്ടുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് ഈ നാട്ടിലേക്ക് ഞാൻ വരുമ്പോൾ ഒരു ചെറിയ പള്ളിനെ ഈ നാട്ടുകാർ ഈ ഉറുമ്പ് ഭരിച്ച മാതിരി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇതായി പൂർത്തിയായിട്ടുണ്ട്. അള്ളാഹു ഇതിനൊക്കെ ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കെല്ലാം അതിന്റെ പ്രതിഫലം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളോട് ചോദിച്ച് നിങ്ങൾക്ക് റബ്ബുൽ ആലമീനായ അല്ലാഹനെ കൊണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടുണ്ട്? സമാധാനക്കും അവനെപ്പറ്റി വിചാരിച്ചു ഈ എനിക്ക് പറയുന്നു. സമാധാനക്കും നിങ്ങൾ വിചാരം ആരെക്കൊണ്ട്? റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന വിചാരം നിങ്ങളവൻ പഠിച്ച് പോറ്റി വളർത്തി എല്ലാ നിഅമത്തുകളും നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അല്ലാഹു അല്ലാത്ത മറ്റൊരാളൊക്കെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വിചാരം എന്ത് മനസ്സിലാക്കി നിങ്ങൾ എന്നുള്ള ഒരു ഭയങ്കര ചോദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ വന്നുക്കും വന്നെന്ന് പറഞ്ഞ് വിചാരിക്കരുത്. അത് 2 തരത്തിലുണ്ട് വന്ന്. ഒന്ന് നല്ല വന്നുണ്ട്, നല്ല വിചാരമുണ്ട്. ഉസ്താദിന്റെ കാതരാജി വന്നിട്ടുണ്ട്, എന്തോ ഒന്ന് കരുതിയിട്ട് വന്നത് ഇയാൾ ഒന്നിരിക്കലും കുറച്ച് പൈസ കിട്ടിയെങ്കിലാവെന്ന് വിചാരിക്കാനും മതി എന്ന് വിചാരിക്കുന്ന ആളുണ്ടാവും. അതല്ല, ഉസ്താദ് ഇവിടത്തേക്ക് വന്നത് കുറെ കാലം മുമ്പ് ഇവിടെ താമസിച്ച ആ ആള് വന്നിട്ട് നാട്ടുകാരനെ പരിചയപ്പെട്ടിട്ട് പോവാ, ഇനി ആൾ വരാനുണ്ടാവില്ല, മരിച്ചിട്ട് പോവും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. രണ്ടാളുണ്ടാവും. അത് എല്ലാം ഓരോരുത്തർക്കുണ്ടാവുന്ന മനസ്സിലായി. നല്ലതുണ്ടാകും. അത് നല്ലതുണ്ടാവാത്ത ആളെപ്പറ്റി ഞാൻ സൂറത്തുൽ ഹുജറാത്തിലേക്കുള്ള
ക്ലാസ് എടുത്തോന്നുണ്ട്. നിങ്ങൾ പോയിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ സൂറത്തുൽ ഹുജറാത്തിന്റെ ക്ലാസ് എടുത്തിട്ട് 12ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ മുന്നിൽ 10 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു ആയത്തിൽ കുറേ കാര്യത്തിന് ഉൾപ്പെടുത്തിയിരുന്നു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ തങ്ങൾ എന്ത് ചെയ്യും? ആൾക്കാരുടെ സെറ്റാക്കി പോകാ, ഇയാളൊരു പണക്കാരന്, ഇയാളൊരു പണക്കാരൻ, വേറെ രണ്ടാളിലേക്ക് എന്നെപ്പോലത്തെ ഒരു പാവത്തിൻ്റെ ആളെ കൂട്ടും. അപ്പൊ ഇയാളതെല്ലാം ഫ്രീയാണ്. അവർ രണ്ടാളെ ചെലവ് ഇയാളെ ചെലവാണ്, അവർ ഹിദ്മത്ത് ഇയാളെ ഹിദ്മത്ത് എടുക്കുന്നു. അങ്ങനെ ഒരു യാത്രയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാൻ എന്ന ആളെ രണ്ടാൾക്കാർ, ആ രണ്ടാളെ പേരോടെ പറഞ്ഞിട്ടില്ല, രണ്ടാൾക്കാരെ ഏൽപ്പിച്ചു. ആയിക്കോട്ടെ. ഈ സൽമാന് പോവാനുള്ള ഒരുങ്ങിയിട്ട് പരക്ക് പോയിട്ടാണ് കുറച്ച് ഉറക്ക് വന്നു. അത് ഉറങ്ങി നല്ലോണം ഉറങ്ങി. ഓറ് രണ്ടാൾ ഇപ്പൊ ചോറ് വരുന്നു. ഉസ്താദന്മാർക്ക് ആക്കാറുണ്ട്, ചോറ് വന്നിട്ടോ ഇന്നും വന്ന് സഹകരിച്ച് തുപ്പിരിപ്പിക്കാൻ നോക്കി വന്നില്ല. എങ്ങനെ നോക്കുമ്പോൾ കാണുന്നില്ല, ചോറ് കാണുന്നില്ല. ഇത് ആദ്യമായി ചോറ് കാണുന്നില്ല. അങ്ങനെ ഒരു രണ്ടാളിങ്ങനെ ബേജാറിലിരിക്കുമ്പോൾ ഇയാൾ കാര്യം കയ്യിലേക്ക് വന്നു. രണ്ട് ചോറ് ഞാൻ വഴിയിൽ പോയിട്ടാണ് കുറച്ച് ഉറങ്ങിപ്പോയി. അങ്ങനെ ചോറ് കൊണ്ടുവരാൻ പറ്റിയില്ല. മയനാട്ടിൽ റസൂലുള്ളാഹിനോട് വെച്ചിട്ട് പറയട്ടെ, രണ്ടാൾ കഴിച്ചിട്ടിരിക്കുന്നു, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പറയും. അങ്ങനെ ഇയാൾ റസൂലുള്ള പറഞ്ഞു, നീ ഉസാമ എന്ന് പറയുന്ന ആളുണ്ട്, എൻ്റെ ഹാദിം, എൻ്റെ ഹാസിൻ, ആടെ പോയിട്ട് പറയാം, ആടെ ഭക്ഷണം ഉണ്ടാവും, പോയിക്കൊന്ന്. അങ്ങനെ ആടെ പോയിട്ട് നോക്കുമ്പോൾ ഭക്ഷണമില്ല. അവർ മടങ്ങി വന്നിട്ട് ഇവരോട് പറഞ്ഞ് ആടം ഭക്ഷണമില്ല. അപ്പൊ ഈ രണ്ടാളെന്ത് പറഞ്ഞത്? റാത്തീബിൽ നിന്ന് ചോറുണ്ടാക്കുന്ന അവർ 4 കെട്ട് കൊണ്ടിപ്പിച്ചിട്ട് വെക്കും, കരക്കുണ്ടാകും. എന്ന് മൈലാർച്ച ചിരിക്കുന്ന ഈ മൈലാർച്ച അറിയുന്നത് ഇയാളെ ഉപ്പാപ്പൻ്റെ ഉപ്പാനാണ് പറയും. ഞങ്ങൾ പരിചയപ്പെടുത്തില്ല. അങ്ങനെ ഈ ചോറ് പഠിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പൊ പിന്നെ സെക്യൂരിറ്റി പറഞ്ഞേക്കുന്നു, ഒരാൾക്ക് 2 കെട്ട് ചോറിന്. ഇത് ചോറില്ല. ഇതെല്ലാം പണ്ട് ഇങ്ങനെ നടന്നിരുന്നു. അപ്പൊ ഓർമ്മ പറഞ്ഞ് അടങ്ങില്ല. അപ്പൊ ഓർന്ന് പറഞ്ഞ് ആട് ഇല്ലാണ്ടല്ല, ആ മറ്റേ ഉസാമ എന്ന് പറയുന്ന ആള് കരുതി കൂട്ടി തരാത്തത്. അപ്പൊ അയാളെ പറ്റി സൂന്ന് വിചാരിച്ച് കിടക്കില്ല. അങ്ങനെ തോക്ക് പോയിട്ട് പറഞ്ഞിട്ട് അത് ചക്കാക്കാൻ വേണ്ടിട്ട് ഈ രണ്ടാളും എണീച്ചിട്ട് പോകുമ്പോൾ റസൂലുള്ള ഇങ്ങോട്ട് വരുന്നു. റസൂലുള്ള പറയുന്നത്, എന്തോ നിങ്ങളുടെ ഭാര്യ അർജിത കണ്ട കാണുന്നത്? റസൂലുള്ളാഹിന്റെ മുഅ്ജിസാത്തല്ല, നിന്റെ ഭാര്യയിലെന്ത് അർജിന്റെ കഷ്ണം കാണുന്നല്ലേ? ഇന്ന് അള്ളാഹിനെ തന്നെയാണ് ഇന്ന് ഇറച്ചിറക്കി ചായ കൂടി കുടിച്ചിട്ട് പട്ടിണി പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ള പറയുന്നത്, നിങ്ങൾ സാമാന്യ ഇറച്ചി ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, മുഅ്മിനീങ്ങളായ കൂട്ടരെ നിങ്ങൾ ഒഴിഞ്ഞുകൂടത്താവണം. അവിടെ ഇജ്തനിബു എന്നുള്ള ലഫ്ള് മനസ്സിലാക്കാനുണ്ട്. ഒരു പള്ളി കെട്ടിക്കുമ്പോൾ ഈ പള്ളിയിൽ പള്ളിയല്ലാത്തൊരു സ്ഥലം വെക്കണോ? വെച്ചിട്ടോ? പള്ളിയല്ലാത്തൊരു സ്ഥലം ഈ പള്ളിയുടെ പുറത്ത് വെച്ചിട്ടുണ്ട്. എന്ത് കിട്ടി? പള്ളി വീട്ടിൽ കിടന്നിട്ട് ഇഹ്തിലാമായി, ജനാബത്തായി പോയി. പിന്നെ പള്ളിയിൽ കിടക്കാൻ പാടില്ല, ഹറാമാണ്. അതിനേക്ക് വേണ്ടി കമ്മിറ്റിക്കാർ വിളിച്ച് കുറച്ച് ജാഗ പുറത്ത് വെക്കുന്നു. സുബഹിയുള്ളവൻ ചെയ്യിക്കുന്നില്ല,
അവന് കിടക്കാൻ വേണ്ടി സ്ഥലം വെക്കണം. അപ്പൊ ഇജിത്തനിക്കു എന്ന് പറഞ്ഞാൽ ഒരു ജനാപത്തുകാരന് ഒഴിഞ്ഞു ദൂരത്താവും പറഞ്ഞു പല തരത്തിലുള്ള വിചാരങ്ങളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിചാരങ്ങൾ വിചാരിക്കുന്നു. അതിനെ തൊട്ട് എല്ലാം കുറ്റം പറയാനല്ല, കുറ്റമല്ലാത്ത വിചാരങ്ങളുമുണ്ട്. അങ്ങനത്തെ വിചാരത്തിനെ തൊട്ട് നിങ്ങൾ ഒഴിഞ്ഞു ദൂരത്താവും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിന്റെ 12-ാമത്തെ ആയത്ത് നിങ്ങൾ മടക്കി നോക്കിക്കോളൂ. പറയാൻ കഴിയില്ല, അതിനകത്ത് നാണക്കുള്ള തൊണ്ടനല്ലേ മുമ്പ് നല്ല ഉദ്യോഗം പറഞ്ഞു ഞാനാണ്. മനസ്സിലായി? മറ്റൊരാളെ പറ്റി നീ ഇങ്ങനെ ചിന്തിക്കല്. ഒരാണും ഒരു പെണ്ണും ഇങ്ങനെ പോകുമ്പോൾ അവർ വ്യഭിചരിക്കാൻ വേണ്ടി പോകുന്നതാണെന്ന് നീ ചിന്തിക്കാം. ചിലപ്പോൾ അവർ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതായിരിക്കും. ഇത് എല്ലാ ആൾക്കാരും ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ വിഷയത്തിന് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. രണ്ടാണ് പറഞ്ഞില്ലേ, നിങ്ങൾ പോയിട്ട് നോക്കുക, ചോറിലേക്ക് ഒളിപ്പിച്ചു വെച്ചതാണ്. അതിനല്ല പറയുന്നത് പോകാൻ നിങ്ങൾ ചിക്കിക്കുത്തി നോക്കണ്ട, തെരഞ്ഞിട്ടുണ്ടാവും. അവിടെ ചോറ് വെച്ചാൽ ഇവിടെ വെച്ചാൽ നോക്കാൻ പോണ്ട. ഇത് ഞങ്ങൾക്ക് പുസ്തകത്തിൽപ്പെട്ടതാണ്. അതിനെ നിങ്ങൾ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് ഡോസ് വെച്ചെന്ന് വിചാരിച്ചേക്കാം. നിങ്ങളിൽ നിന്ന് ചിലരെ ഗീബത്തും പറയണ്ട. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉണ്ടായതിനെ പറഞ്ഞാൽ അത് ഗീബത്താവും, ഇല്ലാത്തതിനെ പറഞ്ഞാൽ അത് എന്താവും കളവാണ്. അപ്പൊ ഗീബത്ത് എന്നതിനെ പറ്റി അല്ലാഹു പറയുന്നു, അയ്യുഹിബ്ബു അഹദുക്കും, നിങ്ങൾ എന്നിട്ട് ആരെങ്കിലും ഒരുത്തിനെ ഉദ്ദേശിക്കുന്നു, അവന്റെ സഹോദരൻ മരിച്ചു വീണ ആ മയ്യത്തിലേക്കുള്ള ഇറച്ചിനെ നിങ്ങൾ തിന്നല് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അത് ഇറച്ചാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ മറ്റവന്റെ ഇറച്ചിനെ തിന്നലാണ്. അത് തിന്നാൻ പാടില്ല. അതിനെ തൊട്ട് നിങ്ങൾ ഒഴിഞ്ഞു വീഴ്ത്താവണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ കൂടി നിങ്ങൾക്ക് പഠിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മൾ നിസ്കാരം, 5 വഖ്ത് നിസ്കാരം, ഈ നിസ്കാരത്തിനെ പറ്റി അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശായി എന്ന് പറയാം. ഇതൊക്കെ ഖുർആൻ അറിയും. ഇന്ന സ്വലാത്ത് നിസ്കാരം തൻഹ അത് വിലങ്ങിക്കളയും അനിൽ ഫഹ്ശായി വെടക്കത്തിലെത്തും ശറയിൽ വെറുക്കപ്പെടുന്ന എല്ലാ കാര്യത്തിനും അത് മുടക്കിക്കളയും. ഇവനെ അതിലേക്ക് അടുക്കാൻ വിടൂല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഞാൻ അല്ലെങ്കിൽ നീ കരക്കിട്ട് പള്ളിയിൽ നിസ്കരിച്ച് നേരെ പുറത്തു പോയി ഒരു 5-8 ആൾ ഒന്നായിട്ട് കൂടിയിട്ട് ആരെങ്കിലും ഗീബത്ത് ആ സ്ഥലത്ത് വെച്ച് പറഞ്ഞാൽ ഈ നിസ്കാരമാണോ? ആലോചിച്ചു. അന്ന് പറഞ്ഞത് ഇതിന്റെ സലാത്ത തൻഹാനിൽ ഫഹ്ശായി മുൻകർ. പിന്നെ ആടെങ്ങനെ നിന്റെ മുൻകറാത്ത് വന്നത്? അല്ലെങ്കിൽ കക്കാൻ പോയി, അല്ലെങ്കിൽ കളവ് പറഞ്ഞു, അല്ലെങ്കിൽ വ്യഭിചരിച്ച്. അപ്പൊ ഈ നിസ്കാരം കറക്റ്റ് അതിന് ഇല്ല. എന്ത് നിസ്കാരം കറക്റ്റ് ആണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി സാധിക്കൂല. അതുകൊണ്ട് അല്ലാഹു പറയുന്നത് ഇന്ന സ്വലാത്ത തൻഹാ അത് വിലങ്ങിക്കളയും. എന്തിനെ തൊട്ട്? എല്ലാ വ്യഭിചാരം പോലെയും കളവ് പോലത്തെയും കക്കും പോലത്തെ ഇതെല്ലാ കാര്യത്തിന് അത് വിലങ്ങിക്കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. എന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. ഇയാളെ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആ ഖുത്ബന്റെ തിരക്കാർ പറയില്ല. മൂപ്പർ പറഞ്ഞു റബ്ബുൽ ആലമീൻ പറഞ്ഞെങ്കിൽ ലോകത്തിന് മുഴുവൻ നോക്കുന്ന അല്ലാഹു. ഈ മൈസൂർ ബാഗ് കണ്ടിട്ടില്ല? മൈസൂർ ബാഗിന് നീ മോളോട് വന്നിട്ട് പറഞ്ഞു ഒരു 4 ബാഗ് കൊടുത്തിട്ട് ഇതൊരു ജ്യൂസാക്കുന്നത്. ഓള് ജ്യൂസാക്കാൻ മിക്സിയിലിട്ട്
സ്വിച്ച് ഇട്ടിട്ട് അത് തിരിയാൻ തുടങ്ങുന്നൊരു ഫോൺ എന്താക്കുന്നു ഫോണെടുത്ത് പുറത്തേക്ക് വിടുന്നു. ഇതിൻ്റെ കടാട്ടെ ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല, പുറത്തേക്ക് കാട്ടാം. പക്ഷെ ഈ കേൾക്കുന്നില്ല. ഈ മൈസൂർ ബാങ്കിനെ പൊട്ടിയാക്കുന്നത് കേൾക്കണം. അതുപോലെ തന്നെ നീ നേരെ ഉമ്മത്തിനാണ് മംഗലത്തിന് പോയി ബിരിയാണി, ചിക്കൻ, മട്ടൻ ഉണ്ടാവില്ല തിന്നിട്ട് നിന്റെ കാതിലൊക്കെ അത്തരം സാധനം പൊട്ടിയാണെന്ന് നിന്റെ ജീവിതത്തിനിടയിൽ കേട്ടിട്ടുണ്ട്. നീ ഇത് മിക്സ് ആക്കുന്നില്ല കേട്ട വേണ്ടി പോലാക്കുന്നതിന് വേണ്ടാത്ത വേണ്ടി വയ്ക്കുന്ന ചോര തളുക്കുന്ന ചോരന് വലിയ പരപ്പിലെ കടത്തി, അതേപോലെ തന്നെ മറ്റേ ചെറിയ അതിൻ്റെ കടത്തിട്ട് മറ്റുള്ള ബാക്കിയുള്ള അതിനെല്ലാം എക്സലന്റ് കൊടുത്തു. ഇതാരാക്കുന്ന ഇതാണ് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞത്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞ ഇതാണ്. ആ റബ്ബുൽ ആലമീൻ മനുഷ്യനിക്ക് പേര് വെക്കാൻ പാടില്ല. ലോകത്തിന് മുഴുവനും നിയന്ത്രിക്കുന്ന ആൾ ഇന്നാലെന്നാണെന്ന് പറയാൻ പാടില്ല. നോക്കൂ, ആ പറയപ്പെടുന്നവന്റെ കണ്ണ് ശരിയില്ലെങ്കിൽ ആ കണ്ണിന് ശരിയാക്കാൻ സാധിച്ചിട്ടുണ്ട ഇല്ല. അപ്പൊ റബ്ബുൽ ആലമീനായിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ അവൻ ലോകത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്നവനാണ്. അല്ലാഹു നിയന്ത്രിക്കാൻ അധികാരം കൊടുത്ത മറ്റുണ്ടായ മാസൂമികളല്ലാത്തവർക്ക് അധികാരം കൊടുക്കില്ല. മലക്കുകൾക്ക് ചിലപ്പോൾ ചില അധികാരം കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നത് എൻ്റെ സമയം കഴിഞ്ഞ്. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ മുഴുവനും മുഖ്ലിസീങ്ങളെ നിലക്കായി തീർക്കട്ടെ. ഇയാളെന്ന് പറഞ്ഞാൽ അമീർ വൈകാവിയെന്ന് ചെന്നൈ ഒരു നാട്ടിലേക്ക് വാഴലിനല്ല ഞാൻ പോയൊന്നുണ്ടായിരുന്നു. അയാൾ ഉപ്പും വൈകാക്കന്മാരുന്നു. അയാള് മോളെ മോണിയാണ്. നമ്മളെ സുലൈമ ഫൈസിനെ അറിയാത്തവരുണ്ടായിരുന്നു. സുലൈമ ഫൈസിന്റെ മൂത്തോളം ഇത്ര അടുത്ത ബന്ധക്കാരനുണ്ട്. ഞാൻ പറഞ്ഞു ചെറുപ്പക്കാരനാണ്, നല്ല ഒപ്പവും നിലപാടുകളുള്ള ആളുകൾ. കുറച്ച് അധിക കാലം ഒരു പള്ളിയിൽ നിന്ന് ജനങ്ങളെ നിർത്താൻ വേണ്ടി നോക്കണം. അതിന് വായിക്കണം. റസൂലുള്ളാഹിയോടൊക്കെ പറഞ്ഞ് എനിക്ക് തങ്ങൾ ചോദിക്കും, എന്തെന്ന് ചോദിക്കണം? മക്കാരോട് പോയിട്ട് തങ്ങൾ ചോദിക്കും, എന്തെന്ന്? ഞാൻ നിങ്ങളുടെ നാട്ടിൽ എത്ര കാലം താമസിച്ചിട്ടുണ്ട്? അഫലാത്തഫക്കറും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഈ നുബുവത്തൊക്കെ കിട്ടിയതിന് ശേഷം മാത്രം എൻ്റെ തെറ്റ് പിടിക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നു പറഞ്ഞത്. അപ്പോൾ ഒരു നാട്ടിൽ കുറേ കാലം വരെ മൈതാരംഭിച്ചിട്ട് അവരവരുടെ തർക്കിയത് അവർ പറഞ്ഞു തരുന്നില്ല, ഹാസിലാക്കാൻ പാർക്കൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഈ വരാനുണ്ടാവും പറയാൻ പറ്റില്ല. എൻ്റെ ഒന്നായിട്ടുണ്ടായിരുന്ന പാർട്ട്ണർ ഭാര്യയ്ക്ക് ആൾക്കെല്ലാവരും പുൽപ്പല്ലുണ്ടായ ഒരു പെണ്ണായിരുന്നു. എന്നെ കുട്ടിക്ക് ഞാനിപ്പോൾ ഒറ്റക്കിട്ടത് ആരില്ലാണ്ട് കച്ചവടം പെൺകുട്ടികളെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ വില്ലേജ് ഒരു പള്ളിയിലേക്ക് പോയിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നതിന് സെറ്റാകുന്നില്ല, എന്തെങ്കിലും ആൾക്കാർക്ക് കിട്ടുന്നെങ്കിൽ അങ്ങനത്തെ ആശയോട് കൂടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് വന്നിരിക്കാവും നമ്മുടെ കാശുണ്ടാക്കി ഓനെ കണ്ട കാഴ്ച നല്ല കാഴ്ചയാണ്. ചെറുപ്പക്കാരനാണ്, ജമാഅത്ത് പ്രസിഡന്റാണ്. എല്ലാവരുടെ കാലം തന്നെ വന്നിട്ട് ഇരുന്നിട്ട് പോകാന്ന് പോലുണ്ടായിരുന്നു. ഒരു പുരുഷൻ അവൻ അള്ളാഹുവിനെ പേടിച്ചിട്ടുണ്ട്. ബാല്യപ്രായത്തിൽ അവനിക്ക് അള്ളാഹു നാളെ കാഴ്ചകൾ തണലിൽ കൊടുക്കുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ പ്രസിഡന്റ് നമുക്കൊരു നേതാവാണ്. ആ നേതാവ് എന്ന് പറയുന്നതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മാൻ എൻ്റെ മഹമായ സാധുക്കളായ ഞങ്ങൾക്ക്
ദീർഘായുസിനെ തരണേ പടച്ചവനെ. കിടത്തത്തിലാക്കിയപ്പണേ എല്ലാ പടച്ചവനെ. പെട്ടെന്നുള്ള മരണം കൊണ്ട് നീ കാക്കണേ പടച്ചവനെ. മരണം വളരെ അടുത്തുള്ള പേരിൽ എത്തിയിരുന്ന റഹ്മാനെ നിന്റെ റഹ്മായ പോലെ നല്ല നിലക്ക് നയിക്കാൻ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم دعواهم فيها سبحانك اللهم وحيتهم فيها سلام واخر